സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മേഘ്ന മുരളിയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘ്ന, ഗുഡ് മോർണിംഗ്. മേഘ്ന, ഈ 2 ദിവസം ഒന്ന് മഴ മാറി നിന്നിരുന്നു, പക്ഷെ വീണ്ടും മഴ കനത്തു വരുന്നതായി കാണുന്നുണ്ട്. എന്താണ് ഇന്നത്തെ മുന്നറിയിപ്പുകൾ? എവിടെയെല്ലാമാണ് ജാഗ്രത പാലിക്കേണ്ട പ്രദേശങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. പൊതുവെ സംസ്ഥാനത്തുടനീളം ഒന്ന് കാലവർഷം മാറി നിൽക്കുകയാണ്. മഴ പൊതുവെ കുറവാണ്. പക്ഷേ വരും ദിവസങ്ങളിലും മഴ അതിശക്തമായി പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 9 ദിവസം ലഭിച്ച മഴയുടെ തീവ്രത അതൊന്ന് കുറയുമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇപ്പോൾ കേരള തീരത്ത് കാലവർഷം എത്തിയിട്ട് 10 ദിവസങ്ങൾ കഴിയുകയാണ്. ആ 10 ദിവസത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 8 ദിവസങ്ങളിൽ മഴ അതിതീവ്രമായിരുന്നു. അത് വടക്കൻ ജില്ലകളിലടക്കം അതിതീവ്ര മഴ ലഭിച്ചു. അതുപോലെ തന്നെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അതിതീവ്ര മഴ ലഭിച്ചു. ആ മഴയുടെ അളവിൽ കുറവുണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നിലവിൽ 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ഈ ജില്ലകളിൽ മഴ ലഭിക്കാമെന്നുള്ളതാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇവിടെ ജാഗ്രത പാലിക്കണം. ഇടവിട്ട് ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബാക്കി ഒരു ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പില്ല. അതുപോലെ തന്നെ വരുന്ന 7-ാം തീയതി വരെ ഒരു ജില്ലകളിലും മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ല. പക്ഷേ ഇടവിട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതുപോലെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. അതിൽ തീരദേശ മേഖലകൾ, വടക്കൻ ജില്ലകളൊക്കെയാണ് കൂടുതലും ജാഗ്രത പാലിക്കേണ്ടത്. കാരണം മഴ പൊടുന്നനെ പെയ്യാനുള്ള, അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതാ മേഖലകളായി കാണുന്നത് ഈ തീരദേശ മലയോര പ്രദേശങ്ങളാണ്, വടക്കൻ ജില്ലകളാണ്. ഈ കാലവർഷക്കാലത്ത് പൊതുവെ വടക്കൻ ജില്ലകളിൽ മഴ കൂടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എന്തായാലും ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. വരുന്ന 7-ാം തീയതി വരെ അതിതീവ്ര മഴ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ അത് കഴിഞ്ഞ് കാലവർഷം ശക്തമാകും. അത് ഈ ബംഗാൾ ഉൾക്കടലിലെ മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേർന്നത്.